പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ? എന്നാൽ അവയിൽ എത്ര എണ്ണം നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് സ്വന്തം പേപ്പറിൽ എഴുതിയിട്ടുണ്ട്? ഇങ്ങനെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയ സാധ്യത നിങ്ങൾ തന്നെ കുറയ്ക്കുകയാണ്. ഒരു പ്രവാസിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ ലക്ഷ്യങ്ങളുടെ ബലത്തിലാണ്. നാട്ടിലെ കടം തീർക്കണം, നാട്ടിലൊരു വീട് വെക്കണം, മക്കളെ നല്ല രീതിയിൽ എത്തിക്കണം, ഇങ്ങനെ പലതും. എന്നാൽ പലപ്പോഴും ഈ ലക്ഷ്യങ്ങളെല്ലാം നമ്മുടെ തലയ്ക്കകത്ത് ഒരു മൂടൽ പഞ്ഞു പോലെ കിടക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാകില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നല്ലാതെ എങ്ങനെ രക്ഷപ്പെടണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകുകയില്ല. വ്യക്തതയില്ലാത്ത ലക്ഷ്യം അഡ്രസ് ഇല്ലാത്ത ഒരു കത്ത് പോലെയാണെന്നാണ് പറയുന്നത്. അത് എങ്ങും എത്തത്തില്ല. ഇത് നമ്മളിൽ ആശയക്കുഴപ്പവും നിഷ്ക്രിയത്വവും ഉണ്ടാക്കാനേ കഴിയത്തുള്ളൂ. ഇവിടെയാണ് ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്നതിന്റെ ശക്തി. ഇതൊരു മാജിക് അല്ല. ഇതിനു പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. നിങ്ങൾ ഒന്ന് എഴുതുമ്പോൾ ആ എഴുതുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരും. ചിതറിക്കിടക്കുന്ന ഒരു ആശയത്തെ ഒരു പേപ്പറിലേക്ക് പകർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ നിർബന്ധിതരാകും. ഒരു വീട് വെക്കണം എന്ന ചിന്തയിൽ നിന്ന് 2028 എനിക്ക് 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള 3 ബെഡ്റൂമുള്ള വീട് വെക്കണം എന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുകയും നിങ്ങൾ എഴുതി വെച്ച ലക്ഷ്യങ്ങൾ ദിവസവും കാണുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള വഴികൾ തിരയാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളുടെ തലച്ചോർ പെട്ടെന്ന് അതിനെ തിരിച്ചറിയുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. നിങ്ങൾ ഒരിടത്ത് എഴുതി വെച്ച ഒരു കാര്യം അത് പൂർത്തീകരിക്കാൻ നിങ്ങളോട് തന്നെ ഒരു ഉത്തരവാദിത്വം തോന്നും. ഇതിനായി സ്മാർട്ട് ഗോൾ എന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക്, കൃത്യമായത്, മെഷറബിൾ, അളക്കാൻ കഴിയുന്നത്, അച്ചീവബിൾ, നേടാൻ കഴിയുന്നത്, റെലവന്റ്, നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ളത്, ടൈം ബൗണ്ട്, ഒരു സമയം നിശ്ചയിച്ച്. ഇതാണ് സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ഡയറിയും പേനയും എടുത്ത് അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്ന 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എഴുതുക. അത് ദിവസവും നിങ്ങൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വയ്ക്കുക. ഈ ഒരു ചെറിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു ലക്ഷ്യം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇത് നമുക്ക് പരസ്പരം പ്രചോദനമാകും. നാളെ ഈ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മളെ സഹായിക്കുന്ന ജോലി സ്ഥലത്തെ നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.